ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ടുട്ടൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ പ്രഷർ കുക്കർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, പകരം ഇഡ്ഡലിച്ചെമ്പിൽ എങ്ങനെയാണ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്, സോഡാപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1/2 ടേബിൾ സ്പൂൺ, വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ്, 2 മുട്ട, പാല് 1/2 ടേബിൾ സ്പൂൺ, ഷുഗർ പൊടിച്ചത് 1/2 കപ്പ്, പിന്നെ നമ്മൾ ചൂടാക്കുന്നതിന് വേണ്ടിയിട്ട് മണലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയും ഷുഗറും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് 2 മുട്ടയും ഒരു വലിയ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇനി ഷുഗർ അല്പാൽപമായിട്ടിട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഷുഗറും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലപോലെ പൊന്തി വരും. ആ ഒരു പാകത്തുന്നത് വരെ നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മിക്സ് നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഈ മൈദയുടെ കൂടെ തന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഈ മൈദയുടെ കൂടെ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും ഒന്നിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ മൈദയും ബേക്കിംഗ് പൗഡറും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വെജിറ്റബിൾ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഒഴിച്ചിട്ട് നമുക്ക് ഈ സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അതൊരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇപ്പൊ നമ്മുടെ വാനില എസൻസും നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും ചേർത്ത് ആ ബാറ്റർ അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെയൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ബീറ്റർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കയ്യിലും കൊണ്ടൊക്കെ ചെയ്താൽ അത് ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല, നല്ലപോലെ ബീറ്റ് ചെയ്ത് വരില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. എത്രമാത്രം നമ്മൾ ബീറ്റ് ചെയ്യുന്നോ അത്രമാത്രം നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവും. ഇപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ പ്രഷർ കുക്കർ അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണ് ഇഡ്ഡലിച്ചെമ്പിൽ നമുക്ക് എങ്ങനെയാണ് ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇഡ്ഡലിച്ചെമ്പ് എടുക്കുക. അതിനകത്ത് അടിയിൽ ഞാൻ ബേസ് ആയിട്ട് മണലാണ് ഇട്ടിരിക്കുന്നത്. മണലിട്ടിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചൂടാക്കുക. ഇപ്പൊ ഏകദേശം മണൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്.
ഇനി ഇഡ്ഡലി ചെമ്പിന്റെ ആ തട്ട് വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ നമ്മൾ നല്ലപോലെ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. ഇനി ശേഷം ഇതിലേക്ക് നമ്മൾ കേക്കിന്റെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോഴും ഇഡ്ഡലി ചെമ്പിൽ ചെയ്യുമ്പോഴും ഒരേ എഫക്റ്റ് ആണ്. നല്ലപോലെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. പ്രഷർ കുക്കറിൽ തന്നെ ചെയ്താലാണ് കേക്ക് റെഡി ആവുള്ളൂ എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ കേക്ക് റെഡി ആവുന്നതിനുള്ള ടൈം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഒഴിച്ചു വയ്ക്കുക. ഇനി മൂടി വയ്ക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കേക്കുമ്മ കുത്തി നോക്കുക. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാവരും ഇഡ്ഡലി ചെമ്പിലും കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.